pressing through. I can't forget the day we met. Your smile so bright, it made me swoon. Our love is like a summer's day, hot and endless in a magic way. ഹായ് ഗായ്സ്, അഗെയിൻ വെൽക്കം ബാക്ക് ടു PSH. അപ്പോൾ നമ്മളൊരു വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ നിങ്ങൾ വ്ളോഗ് എന്താണെന്ന് നമ്മൾ വഴിയേ അറിയും. അപ്പോൾ അതിനായിട്ട് നമ്മൾ പാക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് എന്താണെന്ന്. കാരണം ഞാൻ കുറേ സാധനങ്ങൾ എടുക്കലുണ്ട് പോകുമ്പോൾ. അപ്പോൾ നമുക്ക് എന്തിനൊക്കെയാണ് വേണ്ടതെന്ന് അറിയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഡയറിയാണ്. ഈ ഡയറി ഡെക്കറേഷൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു, അതൊക്കെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളെ മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് അപ്പം തന്നെ എഴുതി വെക്കാനാണ്. അതാണ് അതിനൊരു രസം. പിന്നെ അതുപോലെ തന്നെ സ്ക്വിഷി എന്ന് പറയുന്നത് നമ്മൾ സ്ട്രെസ് ഫ്രീ ആവാനായിട്ട് എടുക്കുന്നതാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് കൈ പിടിക്കാനായിരുന്നു. പിന്നെ നോട്ട് പാഡ്, നമ്മളെ ഫോൺ നോട്ട് പാഡിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, അതും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നമ്മളെ ഫോൺ നമ്പറൊക്കെ എന്തെങ്കിലും എഴുതി വെക്കണമെങ്കിൽ, പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം വരുന്നെങ്കിൽ അതിനാണ്. പിന്നെന്ന് പറയുന്നത് നമ്മളെ പെൻസിൽ, അതിൻ്റെ വീഡിയോയും നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ട്രൈപോഡിൻ്റെ അൺബോക്സിങ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. ഏത് യൂട്യൂബേഴ്സിനും എവിടെയൊക്കെ പോകുമ്പോഴും നമ്മൾ വ്ളോഗ് ഇടാൻ വിചാരിച്ചാൽ ഇതെടുക്കേണ്ട സംഭവങ്ങളാണ്. പിന്നെ ഹെഡ്സെറ്റാണ്. അത് നമ്മൾ എപ്പോഴും എല്ലാവർക്കും അറിയണ്ടാവില്ല, അത്യാവശ്യത്തിന് നമുക്ക് എവിടെയൊക്കെ പോകുമ്പോഴും നമ്മൾ എല്ലാവരും എടുക്കുന്ന സംഭവം തന്നെയാണ്. പിന്നെയെന്ന് പറയുന്നത് നമ്മളെ പേഴ്സാണ്. പേഴ്സൊന്നും നമ്മൾ കോമൺ ആയിട്ട് എപ്പോഴും എടുക്കുന്ന സംഭവമാണ്. ഇത് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പൈസ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 2 ചീർപ്പാണ്, നമ്മൾ ഒന്ന് മുടി ചീകാനായിട്ട് എപ്പോഴെങ്കിലും അത്യാവശ്യം വന്നാലൊന്ന് എടുക്കാനായിട്ടാണ് ബാഗിലിടുന്നത്. പിന്നെ പറയുന്ന ഒരു അത്തറിൻ്റെ പെർഫ്യൂമാണ്. അത് സംഭവം നല്ല മണമുണ്ട്. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഉണ്ടാകുന്നതാണ് പെർഫ്യൂം. എല്ലാവരും കോമൺ ആയിട്ട് ബാഗിലിടുന്ന സംഭവങ്ങളാണ്. പിന്നെ എന്ന് പറയുന്നത് ഈ ഇയറിങ്സൊക്കെ ഇട്ടിരിക്കുന്നതിൽ ഞാൻ മെഡിസിൻസാണ് ഇടാറുള്ളത്. നമ്മൾ എവിടേക്ക് പോകുമ്പോഴും മെഡിസിൻസ് അത്യാവശ്യമാണ്. കാരണം എനിക്ക് പല്ലുവേദന നന്നായിട്ടുണ്ട്. അപ്പോൾ പല്ലുവേദനൻ്റെ മെഡിസിനാണ് ഇതിൽ ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ടോ, ഇത് നമ്മളെ പല്ലുവേദനൻ്റെ മെഡിസിനാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കിനി ബാക്കിലേക്ക് എടുത്ത് വെക്കണം. അപ്പോൾ ഈ ഒരു ചാർലി ബാഗ് എന്ന് പറയുന്നത് നമ്മൾ ആമസോണിൽ നിന്ന് ഓൺലൈൻ വഴി വാങ്ങിയതാണ്. ഇത് നമ്മൾ കുറച്ചൊക്കെ ആയി വാങ്ങിയിട്ട് നല്ല ഗ്യാരണ്ടിയോടെ നല്ല ക്വാളിറ്റിയിലുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ ഇതിൽ ടോട്ടലായിട്ട് 5 അറയാണ്. കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, 2 എണ്ണം അവിടെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട്, അതുപോലെ തന്നെ ഒരു വലിയ ടോട്ടലായിട്ടുള്ള അറയും, പിന്നെ നമ്മൾ പേഴ്സ് വെച്ച ഒരു അറയും, പിന്നെ ഉള്ളിൽ നമ്മളെ വലിയ അറയിൻ്റെ ഉള്ളിൽ ചെറിയൊരു അറയുണ്ട്. അതൊക്കെ തന്നെയാണ് നമ്മൾ 5 അറ. അത് നമ്മൾ എല്ലാവർക്കും കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബാഗ് തന്നെയാണ്. കാരണം നല്ല സ്പേഷ്യസ് ആയിട്ട് അത്യാവശ്യത്തിന് നമ്മളെ സംഭവങ്ങളൊക്കെ എടുത്തതിൽ വെക്കാൻ പറ്റുന്ന ഒരു ഇത് തന്നെയാണ്. അപ്പോൾ നമ്മളത് ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മളെ ബാഗിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബാഗ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഡ്രസ്സ് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരെ മാറ്റിയിട്ട് വരാം. അപ്പോൾ നമ്മളിപ്പോൾ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു സാധനം കൂടി ഉണ്ട്, അത് നമുക്ക്. അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അരിപ്ര പള്ളിപ്പടി ഇമ്മാൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ വ്ളോഗ് 1 നമ്മൾ ഇട്ടിരുന്നു, കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിട്ടാം. അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ കസിൻ്റെയൊക്കെ വിളിച്ചിട്ടുള്ള ഒരു സൽക്കാരാണ് ഉമ്മാൻ്റെ വീട്ടിൽ. അപ്പോൾ അതിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യണം, കുറേ കാഴ്ചകളുണ്ടെന്നൊക്കെ ഉമ്മ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ കൂട്ടിലങ്ങാടി കടലുണ്ടി പുഴയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളിവിടുത്തെ കീരംകുണ്ട് റെയിൻബോ കൺവെൻഷൻ സെൻ്ററാണ്. നമ്മളിവിടെ മാരേജൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് ഇപ്പോൾ പൂട്ടിക്കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ മക്കരപ്പറമ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാതും ഒന്നും കാണിക്കുന്നില്ല, കുറച്ചൊക്കെ മെയിൻ ആയിട്ടുള്ള പ്ലേസസ് മാത്രം കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ കാക്കാൻ്റെ കൂടെയാണ് പോകുന്നത്. ഇതൊക്കെ ഇവിടുത്തെ പുതിയ ടൊയോട്ടൻ്റെ കമ്പനിയാണ്. അപ്പോൾ നമ്മളങ്ങനെ അരിപ്ര എത്തിയിട്ടുണ്ട്. ഇത് വേളൂർ ജുമാ മസ്ജിദാണ്, ഇവിടുത്തെ ജുമാ മസ്ജിദാണ്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ എത്താനായിട്ടുണ്ട്, കുറച്ചും കൂടി ഉള്ളൂ. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഉമ്മാൻ്റെ വീട്. അപ്പോൾ ഞാൻ ശരിക്കൊരു പിക്ക് കാണിച്ചു തരാം. അപ്പോൾ കണ്ടോ, ഇതാണ് നമ്മളെ ഉമ്മാൻ്റെ വീട്.
അങ്ങനെ നമ്മളൊക്കെ പോയിട്ട് കുറച്ചൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് നമ്മളങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ പുഴ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ കസിൻസിനെ നിങ്ങൾ വ്ളോഗ് 1 കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും വ്ളോഗ് 1 കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം. അപ്പോൾ ഇവരെന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ബാസിത്താണ്, നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും വ്ളോഗ് 1. അപ്പോൾ പിന്നെന്ന് പറയുന്നത് സഫ്വാനാണ്. നിങ്ങൾ ലാസ്റ്റ് ഒരു കുളത്തിൽ നിന്ന് ചാടുന്നത് അവരാണ്. അപ്പോൾ ഇവനൊരു ചാനലുണ്ട്, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ടെക് ഫോർ യു എന്നാണ് പേര്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം അങ്ങനെ നമ്മൾ കണ്ടു, ഇതൊക്കെ റബ്ബർ തോട്ടമൊക്കെയാണ്. അപ്പോൾ നല്ല രസമാണ് ഇവിടെയൊക്കെ കാണാൻ. നല്ല തണുപ്പുള്ള സ്ഥലമാണ്. ഞാൻ ആദ്യം തന്നെ പറയാം, ഭയങ്കര തണുപ്പാണ് കേട്ടോ ഇവിടെ. നല്ല കാറ്റ്, ഇളം കാറ്റും, അതുപോലെ തന്നെ എത്ര വെയിലായാലും ഇവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഇവിടെ അടുത്തുള്ള വീട്ടിൽ അപ്പോൾ നമ്മൾ 2 താറാവുകൾ കണ്ടു. അപ്പോൾ നല്ല ഭംഗിയുണ്ട് 2 താറാവുകളും, അതുപോലെ തന്നെ ഒരു കോഴിയും ഉണ്ട്. പിന്നെ നമ്മളിവിടെ ചെമ്പരത്തി, അതുപോലെ തന്നെ അങ്ങനെ ഓരോരോ കാഴ്ചകൾ ഇങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പാടത്തിൻ്റെ അടുത്തെത്താനായിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല ഞാറ് നടുന്നതൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കും, ഇപ്പം വരും. അങ്ങനെ കർഷകർ ഇവിടെ ഞാറ് നടുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പുഴയിലേക്ക്. അപ്പോൾ നമ്മൾ പുഴയിലെത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് കാണാൻ. ഫുള്ള് മേലെ ആകാശവും പച്ചപ്പും, അതുപോലെ തന്നെ നല്ല പുഴയൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുഴേൻ്റെ അടുത്തേക്ക് നടന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ പോകുകയാണ്. കണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ കാണാൻ. അങ്ങനെ നമ്മളൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ച് പോവുകയാണ്. അപ്പോൾ പിന്നെ നമ്മളൊന്നും കൂടി ഒന്ന് അവിടെ പാടും വരുമ്പോൾ ഒന്നും കൂടി ഷൂട്ട് ചെയ്തു. നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ കാണാൻ. ഭയങ്കര പച്ചപ്പാണ്, അതുപോലെ തന്നെ ആകാശം കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോത്തിന് നമ്മൾ വീട്ടിലേക്ക് തന്നെ മടങ്ങി. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കൂട്ടിലങ്ങാടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുകയാണ്. ഇപ്പം ടൈം ഏകദേശം 6:15 ആയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടോ, നിങ്ങൾ പോന്നപ്പോൾ കണ്ടിട്ടുണ്ടാകും നമ്മൾ കടലുണ്ടിപ്പുഴ. അപ്പോൾ അങ്ങനെ കടലുണ്ടിപ്പുഴയിലെത്തി. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ അമ്മോൻ്റെ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഹോട്ടൽ മഹേന്ദ്രപുരി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാകും. അത്യാവശ്യത്തിന് റേറ്റിംഗ് ഒക്കെ ഉള്ള നല്ലൊരു ഹോട്ടൽ തന്നെയാണ്. ഇതൊക്കെ നമ്മളിവിടെ അടുത്ത് തന്നെയാണ്. MSPൻ്റെ ഒക്കെ അടുത്തായിട്ടുള്ള ഹോട്ടലാണ്. അങ്ങനെ കുന്നുമ്മൽ മാസ് കോളേജിൻ്റെ അവിടെ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുന്നുമ്മൽ
ജംഗ്ഷനിലൂടെ അപ്പോൾ നമ്മൾ അങ്ങനെ സിവിൽ സ്റ്റേഷനിൽ കയറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കണ്ണത്തുപാറ എൻ്റെ മദ്രസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. It was a good trip for me and it gave me a few memorable moments in my life. I will share these little travels of mine with you. I really liked this trip and I think you will too. I have taken the videos best I can, but I will end this vlog here. Okay friends, never forget to like, share, comment and subscribe. Also hit the bell icon. Okay, I will come with the next video. Thank you.